കഴിഞ്ഞ ആഴ്ചത്തെ കാലം കർത്താവ് നമ്മളെ അവിടെയുമായി പരിപാലിച്ചു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ആരാധിച്ച് കടന്നുപോയി. ദൈവം നമ്മുടെ കൂടെ ഇരുന്നു. നമ്മുടെ ജോലിയിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മൾ മറ്റുള്ള സാഹചര്യങ്ങളൊക്കെ ദൈവം നമ്മളെ നടത്തിയ അവൻ്റെ മഹാകരുണയോർത്ത് ഈ പ്രകാരം നമ്മൾ കടന്നു വന്നിരിക്കുന്നത് അതിനാണ്. കഴിഞ്ഞ ഒരാഴ്ചയുടെ കാലം കർത്താവ് നമ്മളെ നടത്തി. അത് കർത്താവിന് നന്ദി കരേറ്റുക. ഹൃദയം നിറഞ്ഞ് ദൈവത്തെ ആരാധിപ്പാ ഈ കാലം നാം കടന്നു വന്നിരിക്കുന്നു. നാം ദൈവത്തെ ആരാധിച്ച് ബലം പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച് കിടന്ന ഭഗവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം ഇപ്പോൾ കാലം പാടിയത് 128 സങ്കീർത്തനമാണല്ലോ. അതിൻ്റെ വളരെ ചെറിയ സങ്കീർത്തനം, 6 വാക്യങ്ങൾ മാത്രമുള്ള ഒരു സങ്കീർത്തനം. അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടാണെങ്കിൽ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഇവിടെ ഭാഗ്യവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ഭാഗ്യവാൻ ഭാഗ്യക്കുറി എടുക്കുന്നതോ അതൊന്നല്ല. ഇംഗ്ലീഷിൻ്റെ അതിൽ കൊടുത്തിരിക്കുന്ന ബ്ലസ്ഡ് എന്നാണ്, അനുഗ്രഹം. ഭാഗ്യവാൻ മലയാളം സാധ്യമേൽ മലയാളത്തിൽ ഭാഗ്യവാൻ എന്ന് വന്നെങ്കിൽ എന്നാൽ അത് അങ്ങനെയല്ല. അതിൻ്റെ അർത്ഥം ബ്ലസ്ഡ്, അനുഗ്രഹിക്കപ്പെട്ടവർ. ദൈവത്തിൻ്റെ വഴികൾ നടക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. ഞാനത് വായിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ചത്, ദൈവ ഭയത്തിൽ വസിക്കുന്നവൻ, യഹോവയെ ഭയപ്പെടുന്നു. നമ്മുടെ ദൈവം ഭയപ്പെടുത്തുന്നവനാണ്. ഭയത്തോടെയാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. ഞാൻ പഴയ കാര്യങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ, പണ്ട് മനുഷ്യരുടെ ആദ്യകാലങ്ങളിൽ മനുഷ്യനെ ഭയപ്പെടുത്തിയിരുന്നവരായി അവർ ദൈവമായിട്ട് ആരാധിച്ചു. നദികളിൽ കൂടി കിടക്കുമ്പോൾ നദികളുടെ മേൽ വന്നപ്പോൾ അവർ അതിനെ ദൈവമായിട്ട് ആരാധിച്ചു. അഗ്നിയുടെ അടുത്ത് പോയപ്പോൾ അഗ്നിയെ അവർ ദൈവമായിട്ട് ആരാധിച്ചു. സൂര്യനെ അവർ കണ്ടപ്പോൾ അതിനെ ദൈവമായിട്ട് ആരാധിച്ചു. ഭയത്തോടെ അവരെ ഭയപ്പെടുത്തുന്ന മൃഗങ്ങളെ കണ്ടപ്പോൾ അതിനെ അവർ ദൈവമായിട്ട് ആരാധിച്ചു. അങ്ങനെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. വർഷങ്ങളായിട്ട് ഇസ്രായേലിൽ കഷ്ടപ്പെട്ട് കണ്ണുനീരൊഴുകി പ്രയാസങ്ങളും പ്രതിബോധനങ്ങളും അനുഭവിച്ച് കഷ്ടങ്ങൾ മേൽ കഷ്ടങ്ങൾ അനുഭവിച്ച് കാണിച്ച് ജീവിച്ച ഇസ്രായേൽ മക്കളെ പിന്നെ ദയ തോന്നി, കരുണ തോന്നി, അവരുടെ കരച്ചിൽ കേട്ട് വിടുവിച്ചത് ദൈവം ഭയപ്പെടുത്തുന്നവനാണ്. ഞാൻ അതേപ്പറ്റി ഇങ്ങനെ ആലോചിച്ചു. ആദ്യകാലങ്ങളിൽ പുതിയ പഴയ നിയമ കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ ദൈവം പറയുന്നത് ഭയത്തോടെ എന്നെ ആരാധിക്കണം. ആവർത്തനം 6:13 വായിച്ചു. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം. ദൈവത്തെ ഭയപ്പെട്ട് സേവിക്കണം എന്നാണ് അവിടെ കാണുന്നത്. ഞാനതേപ്പറ്റി ചിന്തിച്ചപ്പോൾ, പഴയ നിയമ പുരോഹിതന്മാർ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുന്നൊരു ഭാഗമുണ്ട്. നിങ്ങളതെല്ലാവരും വായിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ വചന പരിജ്ഞാനമുള്ളവരാണല്ലോ എന്ന പങ്കിലിരിക്കുന്നത്. ആ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അവൻ്റെ അരക്കെട്ടിൽ വലിയൊരു ചരട് കെട്ടി അത് പ്രാകാരം വരെ നീണ്ടു പോകുന്ന ഒരു ചരടുണ്ടായിരുന്നു. കൂടാതെ അവൻ ധരിച്ചിരുന്ന ആ മേൽ അങ്കിയുടെ ചുറ്റും മണികളുണ്ടായിരുന്നു. അതെന്താണെന്ന് നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നിന്റെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് മരിച്ചു വീഴും എന്നുള്ളത് അന്നത്തെ പ്രമാണമായിരുന്നു. അങ്ങനൊരു ദൈവത്തെയായിരുന്നു അവർ ആരാധിച്ചിരുന്നത്. മോശയോട് ദൈവം കൽപ്പിക്കുമ്പോൾ ദൈവം പറയുന്നത് പർവ്വതത്തോട് അടുക്കരുത് എന്നായിരുന്നു. അങ്ങനെ ഒരു കാലത്തുള്ള ദൈവം അങ്ങനെ അവർ കൽപ്പന കൊടുത്തിരുന്നു. അവർ വളരെ കാര്യമായിട്ട് അവരെ നടത്തി. അവർക്ക് വീണ്ടുന്നെല്ലാം കൊടുത്തു. അവർക്ക് ഭക്ഷണം കൊടുത്തു. അവരുടെ ശരീരത്തിന് വേണ്ടത്, അവരുടെ ജീവിതത്തിന് വേണ്ടത് എല്ലാം അവർക്ക് കൊടുത്തു. എന്നാൽ പറഞ്ഞിരുന്നത് ഭയത്തോടെ വേണം ദൈവത്തെ ആരാധിപ്പാൻ. എന്നാൽ ഇന്നത്തെ കാലത്ത് അത് പഴയ നിയമ കാര്യങ്ങൾ. നാം ഇന്നത്തെ കാലത്ത് നാം ചിന്തിക്കുമ്പോൾ മനുഷ്യരാരും മറ്റൊരാളെ ഭയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. സ്വാതന്ത്ര്യമാണ് ദൈവം എല്ലാവരും ആഗ്രഹിക്കുന്നത്.
സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ, സ്വാതന്ത്ര്യത്തോടെ പോകുവാൻ, സ്വാതന്ത്ര്യത്തോടെ ജീവിപ്പാൻ, സ്വാതന്ത്ര്യത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ദൈവമെല്ലാം മനുഷ്യനെ ആഗ്രഹിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവത്തെ പറ്റി പറയുന്നത് ദൈവം സ്നേഹത്തിൻ്റെ ദൈവമാണ്. അല്ലെങ്കിൽ ദൈവം നിന്നോട് അടുക്കരുത് എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ എബ്രായ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം വായിച്ചോട്ട്. 4-ാം അധ്യായം 16-ാം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും സമയത്ത് സഹായത്തോടെ കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തേക്ക് ചെല്ലുക. ഹല്ലേലൂയ, സ്തോത്രം. പഴയ നിയമത്തിൽ പറയുന്നു പർവ്വതത്തോട് അടുക്കരുതെന്ന് പറയുമ്പോൾ, ഭയത്തോടെ ദൈവത്തെ ആരാധിക്കാൻ കടന്നു പോകുമ്പോൾ നാം പുതിയ വിശ്വാസികളോട് ദൈവം പറയുന്നത് ഹല്ലേലൂയ, കരുണ ലഭിപ്പാൻ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുക എന്ന്. ധൈര്യത്തോടെ കൃപാസനത്തിൽ, ഭയത്തോടെയാണ് ഒരു ദൈവസന്നിധിയിലേക്ക് പഴയ നിയമകാലത്ത് കടന്നു വരുന്നത്. എന്നാൽ പുതിയ നിയമകാലത്ത് നമുക്ക് ഭയത്തോടെയല്ല, സ്നേഹത്തോടെ ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുവാൻ നിൽക്കണം. ദൈവം നമുക്ക് ഹല്ലേലൂയ, സ്തോത്രം, കൃപ തന്നിരിക്കുന്നു. സ്തോത്രം. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഇഷ്ടം പോലെ ദൈവത്തെ ആരാധിക്കാമെന്ന്. ഇഷ്ടംപോലെ ഏത് സാഹചര്യത്തിലും ദൈവസന്നിധിയിൽ നമുക്ക് ലക്ഷ്യമായിട്ട് ദൈവത്തെ ആരാധിക്കാമെന്നതാണ്. അങ്ങനെയല്ല ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. റോമർ 11:20 വായിച്ചാണ്. വിശ്വാസത്താൽ അത് ഒടിഞ്ഞുപോയി വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. വിശ്വാസത്തിലാണ് നീ ഭയപ്പെടുക എന്ന് പുതിയ നിയമത്തിലും പറയും. പുതിയ വിശ്വാസിക്ക് ദൈവത്തിൽ ഭയപ്പെടണം. അതിൻ്റെ അടുത്ത് വന്ന് 1:5-11 വായിച്ചാട്ട്. ആകയാൽ കർത്താവിനെ ഭയപ്പെടണം. നാം ദൈവത്തിൽ വരുമ്പോൾ അലക്ഷ്യമായിട്ട് ദൈവത്തെ ആരാധിച്ച് കടന്നു പോകാനല്ല, ദൈവത്തെ ഭയപ്പെടണം. നമ്മൾ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. നാം ദൈവത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തെ ഭയത്തോടെ വേണം ആരാധിക്കാൻ. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് ഏലിയുടെ മക്കളെ പറ്റി ഓർക്കുമ്പോൾ. ഗുരുവിൻ്റെ മകനാണ്, ആരാധനയെല്ലാം കണ്ടു വളർന്നവരാണ് മക്കളെ രണ്ടുപേരും. എന്നാൽ അവരുടെ അവസാനം അവർ ദൈവത്തിൻ്റെ പ്രമാണത്തെ, ദൈവത്തിൻ്റെ ആരാധനയെ അവർ അലക്ഷ്യമാക്കി കളഞ്ഞതെന്ന്, അനാവൃതമാക്കി കളഞ്ഞതെന്ന് നാം വായിക്കുന്നു. സ്തോത്രം. അതിൻ്റെ അവസാനം എന്തായിരുന്നു? എന്നിരുന്ന പോലെ നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഭയത്തോടെ ദൈവത്തെ ആരാധിക്കണമെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 3-ാമത്തെ വാക്യം, 2-ാമത്തെ വാക്യം, നിന്റെ കൈകളുടെ അധ്വാനം പോലെ നീ തിന്നും. നീ ദൈവത്തെ ഭയത്തോടെ ദൈവസന്നിധിയിൽ വന്നാൽ നീ അധ്വാനിക്കുന്നത് നിനക്ക് ഭക്ഷിക്കും. നാം എന്തെങ്കിലും ചിന്തിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിക്കുന്നില്ല, നമ്മൾ കഴിക്കുന്നത് ആണ്. എന്നാൽ നാം അധ്വാനിക്കുന്നത് നാം അറിയാതെ പലയിടങ്ങളിലും ചോർന്നു പോകുന്നുണ്ട്. നമ്മുടെ പല സാഹചര്യങ്ങൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് മാറി പോകുന്നുണ്ട്. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നീ ദൈവത്തെ ഭയപ്പെടും. 3-ാമത്തെ വാക്യം, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിനക്ക് നന്മ വരണമെങ്കിൽ നീ ദൈവത്തെ ഭയപ്പെടണം. നിനക്ക് നന്മ വരണമെങ്കിൽ ദൈവത്തെ ഭയപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് നന്മ വരും. നിൻ്റെ ഭാര്യ നിൻ്റെ വീടിനകത്ത് ഒലിവകൾ മുന്തിരിവള്ളി പോലെയും, നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടുവശത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും, നിൻ്റെ മക്കൾ നിൻ്റെ ദേശം ചുറ്റും ഒലിവകൾ പോലെയും ഇരിക്കും. നിൻ്റെ ഭാര്യ നിന്നെ സന്തോഷിപ്പിച്ച് നിൻ്റെ കുടുംബത്തിൽ ജീവിക്കണമെങ്കിൽ നീ ദൈവപരിപൂർണനായിട്ടിരിക്കണം. നിൻ്റെ ജീവിതത്തിൽ കണ്ടുകൊണ്ട്, നിൻ്റെ ജീവിതത്തിലെ നിൻ്റെ ദൈവത്തോടുള്ള ഭയം കണ്ടുകൊണ്ടായിരിക്കും നിൻ്റെ ഭാര്യ നിന്നെ സ്നേഹിക്കുകയും നിന്നെ ബഹുമാനിക്കുകയും നിനക്ക് സന്തോഷം പകർന്ന് നിന്നെ കുടുംബപരമായ അനുഗ്രഹത്തോടെ നീ ജീവിക്കുന്നത്. അപ്രകാരം നിൻ്റെ കുഞ്ഞുങ്ങൾ മേശ ചുറ്റും ഒലിവതൈകൾ പോലെ ഇരിക്കും. ഒലിവതൈകളെ പറ്റി പഠിക്കുമ്പോൾ ഇടിച്ചെടുത്ത ഒലിവെണ്ണയാണ് ആരാധനയ്ക്ക് നാം ഉപയോഗിക്കുന്നത്. നിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ദൈവാരാധനയും എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നീ ദൈവത്തെ ഭയപ്പെടണം.
അരളിയാസിയല്ലേക്കുള്ള നിന്റെ അനുഗ്രഹം നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ മക്കളെ നീ യർശിലിൻ്റെ നന്മയെ കാണും. ജീവിതത്തിലെ ദൈവത്തിന് നന്മ അനുഭവിപ്പാൻ, ദൈവം നമ്മെ മുന്നോട്ട് നടത്തുവാൻ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണമെന്നാണ് ദൈവം പറയുന്നത്. നിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും നീ കാണും. ഞാനത് വായിച്ചപ്പോൾ നിന്റെ അമ്മയപ്പന്മാരെ ബഹുമാനിക്കുക, നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന് നിന്റെ അമ്മയപ്പന്മാരെ ബഹുമാനിക്കുക എന്ന് ഒരു വാക്യമുണ്ട്. എല്ലാവരും ഓർത്തിരിക്കുന്ന അങ്ങനെ ഒരു വാക്യം മാത്രമേ ഉള്ളൂ. എന്നാൽ രണ്ടാമത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. മക്കളുടെ മക്കളെയും കാണുമെന്ന് പറഞ്ഞാൽ എന്താണ്? നിനക്ക് ദീർഘായുസ് ലഭിപ്പാൻ, നിനക്ക് ആയുസ് കൂട്ടിക്കിട്ടുവാൻ, നിന്റെ തലമുറയെ നിനക്ക് കാണുവാൻ നീ ദൈവത്തെ ഭയപ്പെടണം. എൻ്റെ മാതാവ് ഇപ്പം ജീവനോടെ ഇരിപ്പുണ്ട്, 98 വയസ്സ്, ആരോഗ്യത്തോടെ ഇരിക്കും. ദൈവത്തിൻ്റെ നന്മ കാണുക, നിന്റെ തലമുറയുടെ നന്മ കാണുക, നിനക്ക് ദീർഘായുസ് ലഭിപ്പാൻ നീ ദൈവത്തെ ഭയപ്പെടും. ഞാനെപ്പോഴും ഭയപ്പെടുന്നു. ഒരു വാക്യമുണ്ട് ദേവപുസ്തകത്തിൽ, ഞാൻ എന്നത് വായിക്കും ചിന്തിക്കുകയും ഞാനത് പറ്റി ഓർക്കുകയും ചെയ്യും. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 വരെ വാക്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. For I do not want you to be ignorant of the fact, brothers and sisters, that our ancestors were all under the cloud, and they all passed through the sea. They were all baptized into Moses in the cloud and in the sea. They all ate the same spiritual food and drank the same spiritual drink, for they drank from the spiritual rock that accompanied them, and that rock was Christ. Nevertheless, God was not pleased with most of them. Their bodies were scattered in the wilderness. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളി ഇട്ടുകളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും അവർ പലരെയും മരുഭൂമിയിൽ തള്ളിയിട്ടു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. നീ ദൈവത്തെ അറിഞ്ഞവനായിരിക്കും, നീ ദൈവത്തെ സേവിക്കുന്നവനായിരിക്കാം, നീ ആരാധിക്കുന്നവനായിരിക്കാം, നീ സ്നാനപ്പെട്ടവനായിരിക്കാം, എന്നും ആരാധന വരുന്നവനായിരിക്കാം. നീ ദൈവത്തെ ഭയപ്പെടുന്നുണ്ട്. ഭയത്തോടെയാണ് നീ ദൈവത്തിൽ കടന്നു വരുന്നത്. ദൈവത്തെ ആരാധിക്കുന്ന ഭയത്തോടെയാണ്. ദൈവത്തിൻ്റെ ഭയപ്പോടെ ദൈവത്തെ ആരാധിക്കണം. ഈ വാക്യങ്ങളെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ്, നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യുന്നവരാണ്, പഠിച്ചവരാണ്, എല്ലാ കാര്യങ്ങളും നോക്കുന്നവരാണ്. നിങ്ങളുടെ ശിഷ്ടകാലം കഴിക്കേണ്ടത് ദൈവഭയത്തിലായിരിക്കണം. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളൊരു ദൈവഭയത്തിലാണെന്നുള്ളൊരു ചിന്തയോട് വേണം നിങ്ങൾ പോകുവാൻ. നിങ്ങളുടെ നടപ്പിൽ, നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങളുടെ ഇടപാടുകളിൽ ദൈവഭയം നിങ്ങളെ ചുറ്റിക്കൊണ്ട് ഇരിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പറയുകയാണ്, എല്ലാവരും മേഘത്തിൽ കൂടി സമുദ്രത്തിൽ കൂടി കടന്ന് വേറെയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ചവരാണ്, എല്ലാം ചെയ്തവരാണ്. എന്നാൽ അമ്മ എന്നത് എത്ര പേര് നമ്മൾ അറിയുന്നില്ല. മിക്കവരെയും മരുഭൂമിയിൽ തള്ളിയിട്ടു, ആരും രക്ഷ പ്രാപിച്ചില്ല. നമ്മൾ ഭയത്തോടെ വേണം ചിന്തിപ്പാൻ. ആയതിനാൽ നമ്മുടെ ശിഷ്ടകാലം, നമ്മുടെ ആയുസ് നമുക്ക് ദൈവം തരുന്ന